താനെന്താ ഇവിടെ നിൽക്കുന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആ അലങ്കാർ പ്ലാസയിലേക്ക് 20 പിസയുടെ ഓർഡർ ഉണ്ടായിരുന്നു. നീ അത് ഇതുവരെയും ഡെലിവറി ചെയ്തില്ലേ? ഇതൊക്കെ താൻ ചോദിക്കുന്നെന്തിനാ? ഞാനല്ലാതെ പിന്നെ നിന്റെ തന്ത ചോദിക്കോ? സാറായിരുന്നു. എന്താടാ വരം കൊടുക്കുന്ന സായിബാബയെ പോലെ എന്ന് കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താടാ പിന്നെ പറഞ്ഞു വിടണോ? സോറി സാർ. എന്തു പറ്റിയടാ? എന്ത് പറ്റിയടാ ബണ്ണി? ഇന്നലെ കാന്തമ്മ എന്നെ ബണ്ണീന്ന് വിളിച്ചു. ഭർത്താവിനെ പേര് വിളിച്ചതോ? നല്ല അടി കൊടുക്കാനുള്ളവരെ ഹാപ്പി ആയിട്ട് വന്ന് നിൽക്കുന്നോടാ. മിണ്ടരുടാ, നീ പറ ബണ്ണി. ഇത്ര നാൾ ഒരിടത്ത് താമസിച്ചിട്ടും കാന്തം എന്നെ മനുഷ്യനായിട്ട് പോലും കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ എന്നെ നോക്കി സ്നേഹത്തോടെ താങ്ക്സ് ബണ്ണി എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രേമം എല്ലാം കൂടി അങ്ങോട്ട് എന്താടി എന്തു പറ്റി? ഇവളുടെ ചേട്ടന്റെ കയ്യിൽ മധു വിൽക്കാൻ കൊടുത്ത ഗോൾഡുമായിട്ട് അവൻ മുങ്ങിക്കളഞ്ഞു. ഇപ്പൊ മധുവിന് ഫീസ് അടയ്ക്കാൻ ക്യാഷ് ഇല്ല. എന്താടി പ്രിയ കേക്കുന്നേ? സോറി. സോറിന്നോ? നിന്റെ ചേട്ടൻ എത്രക്കാരനാണെന്ന് നിനക്ക് നേരത്തെ അറിയില്ലായിരുന്നോ? വാടി, നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്യാം. വേണ്ട ഗീത, അവളുടെ വീട്ടിലറിഞ്ഞാൽ പ്രോബ്ലം. അവളുടെ വീട്ടിൽ പ്രോബ്ലം ആകുമെന്ന് വിചാരിച്ചാൽ നിന്റെ പ്രോബ്ലം തീരോ? ഇത്രയും പൈസ നീ എവിടെ നിന്നുണ്ടാക്കും? ഫീസ് അടയ്ക്കാതിരുന്നാൽ ഇത്രയും കാലം നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവില്ലേ? ഹലോ അച്ഛമ്മേ. മധു, എന്താടാ? എനിക്ക് സെമിസ്റ്റർ ഫീസ് അടയ്ക്കാൻ അച്ഛമ്മേ 50,000 രൂപ വേണമായിരുന്നു. ഈ കുടുംബത്തിന്റെ പേരും അന്തസ്സും അഭിമാനവും തകർത്തിട്ട് പോയോളല്ലേ നീ? പിന്നെന്തിനാണ് ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നേ? നാണമില്ലേടി നിനക്ക്? നിനക്ക് എന്നെ വേണ്ടെങ്കിലും എന്റെ പണം വേണം അല്ലേടി? വയ്ക്കടി ഫോൺ. ഇനി അവളോട് സംസാരിച്ചെന്നറിഞ്ഞാൽ പെറ്റ തള്ളയാണെന്ന് ഞാൻ നോക്കില്ല. വാ മധു, വാ വാ. മറ്റുള്ളവരെ പോലൊന്നല്ല എന്റെ ഡാഡി. ഡെഫിനറ്റ് ആയി ഹെൽപ്പ് ചെയ്യും. നീ വിഷമിക്കണ്ട, ഇരിക്കും. നിനക്ക് എന്താടി പ്രാന്തുണ്ടോ? അതല്ല ഡാഡി, നിന്നെ പഠിപ്പിക്കാൻ തന്നെ ഞാൻ ഇവിടെ കിടന്ന് പാടുപെടുക. പ്ലീസ് ഡാഡി. എന്താടി രൂപ 1000-ഓ 2000-ഓ മറ്റോ ആണോ? മധു, താൻ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. താൻ എങ്ങനെ കരയുന്നത്? ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ? 2-3 ദിവസമായിട്ട് കോളേജിലും താൻ പോകുന്നില്ലല്ലോ. ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. എനിക്ക് കൂടി എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ നോക്കാമോ? ഏയ്, എന്താ മധു ഇങ്ങനെയൊക്കെ പറയാമോ? നിനക്ക് എന്താ പറ്റിയത്? അതിന്റെ പേരില് പഠിത്തമൊക്കെ നിർത്താമെന്നോ? പഠിക്കാൻ വേണ്ടിയല്ലേ മധു ഏതൊരു പെണ്ണും ചെയ്യാത്ത പോലും നീ ചെയ്തത്. ഫീസ് എത്ര അടയ്ക്കേണ്ടത്? ബണ്ണി പറയും മധു. മൊത്തം 2 ലക്ഷം അടയ്ക്കേണ്ടത്. 2 ലക്ഷം? ഈ സെമിസ്റ്ററില് 3-ാം തീയതിക്ക് മുൻപ് 50,000 അടയ്ക്കേണ്ടത്. അടച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല. ഓക്കെ മധു, കോളേജിൽ പോ, ഞാൻ നോക്കട്ടെ. അല്ല ബണ്ണി, പറയും. ഇംപോസിബിൾ, നടക്കില്ല. സർ പ്ലീസ് സർ, എനിക്ക് കാശിന് അത്ര അത്യാവശ്യമുണ്ടോ സർ? എന്താണോ അന്നൊരു ചാൻസ് തന്നിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? പോടോ. സോറി സർ. സർ ഇത്തവണ എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ചെയ്യാം സർ. എന്ത് റിസ്ക് ആണെങ്കിലും ചെയ്യൂ? ചെയ്യാം സർ. എന്ത് തരണം? 2 ലക്ഷം വേണം സർ. വാട്ട്, 2 lakhs? അതെ സർ, അത്ര അത്യാവശ്യം. ഇപ്പൊ എനിക്ക് അർജന്റായിട്ട് 50,000 രൂപ കിട്ടിയേ പറ്റൂ സർ. പ്ലീസ് സർ. ഹലോ, 2 lakhs എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നും അല്ല. നല്ലോണം കഷ്ടപ്പെടണം. എപ്പോ വിളിച്ചാലും വരണം. എന്ത് റിസ്ക് ആയാലും ചെയ്യണം. എന്താ ചെയ്യാമോ? ചെയ്യാം സർ. എഗ്രിമെന്റിൽ ഒപ്പിടേണ്ടി വരും. അതും ചെയ്യാം സർ. മധു, വണ്ടി പഞ്ചറായെന്ന് പറഞ്ഞ് കുറെ നേരം ആയാലും ഇരിപ്പ് തുടങ്ങിയിട്ട്. അതല്ലടി, ഈ സെമിസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നല്ലേ. ബണ്ണി വന്നിട്ട് അടയ്ക്കാന്ന് പറഞ്ഞിരുന്നു. ബണ്ണിയോ? നിനക്ക് ഇത്രയ്ക്ക് സെൻസ് ഇല്ലേ? 50,000 രൂപ അവൻ എവിടെ പോയി ഉണ്ടാക്കാനാ? മധുമതി തേടിയ 50,000. യെസ് മാഡം. ഫീസ് അടയ്ക്കാൻ എന്താ ഇത്ര ലേറ്റ് ആയത്? സോറി മാഡം. മധുമതിയുടെ ഫീസ് നിങ്ങൾ എന്തിനാ അടയ്ക്കുന്നത്? Who are you, man? ഹസ്ബൻഡാ. Really? Yeah. So sweet. ഡി ബണ്ണി ദേ. ബണ്ണി, ഏയ് ബണ്ണി. ബണ്ണി, നീ എന്താ ഇവിടെ? ഫീസ് അടയ്ക്കാൻ വേണ്ടി വന്നാ. ഫീസ് അടച്ചെന്നേ.
ഇത്രയും പണം? താൻ അതൊന്നും ചോദിക്കരുത്. വേഗം എക്സാമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. തന്റെ അടുത്ത സെമസ്റ്ററുള്ള ഫീസ് കൂടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പേടിക്കേ വേണ്ട. ഹാപ്പി ആയില്ലേ? ഇതിനും താനിങ്ങനെ കരയ? അതെ, എപ്പോഴും താനിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, എന്നാ ശരി. താങ്ക് യു. ബൈ. ആ ബണ്ണി, എങ്ങോട്ടാ പോകുന്നേ? ഫ്ലാറ്റിലേക്കാ. എന്റെ വണ്ടി പഞ്ചറായിരിക്കുക. ഞാനും കൂടെ വന്നോട്ടെ? വരണം കമ്മീഷണർ സാറേ. സാറെന്താ നോക്കുന്നത്? ബാത്റൂം ക്ലീനിങ്ങിന് വേറെ ആരെങ്കിലും വെച്ചായിരുന്നു സാറേ? അല്ല, ഞാൻ വേണമെങ്കിൽ. പ്ലീസ് മറന്നേക്ക് സാറേ. സാറെന്തോ ആളറിയാതെ എന്റെ ആൾക്കാരെ ഉപദ്രവിച്ചു. ആ ഒരു ദേഷ്യത്തിൽ ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയി. അതൊക്കെ പോട്ടെ, പൊളിറ്റിക്സിൽ ഇതൊക്കെ സാധാരണമല്ലേ. ഞാൻ പറഞ്ഞ പ്രകാരമുള്ള രൂപ അങ്ങോട്ട് വാങ്ങിയിട്ട് എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നേ. ഓക്കെ സാർ, സാറിന് കുറച്ചുകൂടി മട്ടൻ കൊടുക്കടാ. കൊടുക്കാം സാർ. വേണ്ട വേണ്ട വേണ്ട. എന്റെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്താ സാർ ഇത്? നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആയി. ഇനി നിങ്ങൾ എന്ത് തന്നാലും ഞാൻ കഴിക്കില്ലേ? അപ്പോ പണം കിട്ടിയ എന്ത് അപമാനമാണേലും നീ സഹിക്കും അല്ലേടാ? നാണം കെട്ടവനെ. എഴുന്നേക്കടാ സൂര്യനാരായണ, എഴുന്നേക്കടാ പട്ടി. നിന്നോട് കോംപ്രമൈസ് ചെയ്യാനല്ലടാ, അപമാനിക്കാനാ വിളിച്ചു വരുത്തിയത്. ഈ ആഹാരത്തിന് മുന്നിൽ വെച്ച് ഞാനിത് ചെയ്യുന്നത് ഇനി നീ ആഹാരം കഴിക്കുമ്പോഴെല്ലാം ഈ അപമാനമോർത്ത് നീറി പുകയാൻ വേണ്ടിയാ. മാനം കെട്ടവനെ. എന്താടാ ഓടാ? കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ പോയി തൂങ്ങിച്ചാക്. പോലീസുകാരനെ നീ നോവിച്ചു നോർത്തോ? ഓടാ, നിന്നെ പോലെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, നീ ഇവിടുന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പായുന്നത് ഞാൻ കാണിച്ചു തരാം. ഡേയ്, പിടിച്ച് പടിക്ക് പുറത്താക്ക്. വണ്ടി എടുക്കടാ. ഒരു 20 ലിറ്റർ ഡീസൽ അടിക്കും. എണീക്കടാ പട്ടി. മാനം കെട്ടവൻ. ചേട്ടാ, 2 ലിറ്റർ അടിച്ചേക്ക്. കത്തിക്കല്ലേ, അത് കത്തിക്കല്ലേ. എടോ, തന്നോട് പറഞ്ഞേ, അത് കത്തിക്കല്ലേ. എടോ, എനിക്ക് നല്ല കോമൺ സെൻസ് ഇല്ലേ? ഇത് പെട്രോൾ പമ്പല്ലേ? ഇവിടെയാണോ സിഗരറ്റ് വലിക്കുന്നത്? നിങ്ങൾ കാണൂ, എനിക്ക് നല്ല വിവരമില്ലേ? പെട്രോൾ പമ്പിൽ സിഗരറ്റ് വലിക്കുന്നത് ഇതാരാ പറഞ്ഞേ? സ്കൂൾ ബസ്സിൽ കുട്ടികളെ ഇത്ര ആൾക്കാരുണ്ട്. എന്തെങ്കിലും പറയണം. പോലീസാ? നേരത്തെ പറയണ്ടേ? ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കട്ടെ സാർ. ഓക്കെ താങ്ക് യു സാർ. അവൻ ആരാണെങ്കിലും എനിക്ക് വേണം അവനെ. ഞാൻ അന്വേഷിക്കാം സാർ. പ്ലീസ് സാർ. പുതുതായി ചാർജ് എടുത്ത ACP രത്നൻ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് സിഗരറ്റ് വലിച്ചത് ഒരു യുവാവ് എതിർത്തതിനെ തുടർന്ന് അതൊരു വലിയ സംഘർഷത്തിന് കാരണമായി. അധികാര ഗർവോടുകൂടിയുള്ള ഈ നടപടിക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. അവ പോലീസോ? ഇങ്ങനെ വേര് തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയ എന്ത് ചെയ്യും? തൊട്ടടുത്ത് സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ആ സമയത്ത് എവിടുന്നോ വന്നൊരു ചെറുപ്പക്കാരൻ പയ്യൻ പോലീസാണെന്ന് പോലും നോക്കാതെ ഇടപെട്ടതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. അവനാണ് സാറേ ആൺകുട്ടി. ഹലോ, ഞാൻ കമ്മീഷണറാ. സാർ. എന്താണോ ഈ കേൾക്കുന്നതൊക്കെ? സാർ, അത് അപ്പോഴത്തെ ടെൻഷൻ. വാട്ട് ഈസ് ദിസ് രത്നൻ? യു നോ, താൻ ചെയ്യുന്ന വൃത്തിയോടിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഞാനാ. തന്നെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് കംപ്ലൈന്റ് കിട്ടുന്നുണ്ട്. 24 മണിക്കൂറിനും എനിക്ക് അതിന് എക്സ്പ്ലനേഷൻ കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? അവനാണ് സാർ ആൺകുട്ടി. സർ, ആ പമ്പിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയ പയ്യനില്ലേ, അവൻ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചു സർ. അവൻ ആ സൂര്യനാരായണന്റെ മരുമകനാണ്.
സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവന്റെ കൈയും കാലും നടുവും ഞാൻ തല്ലി ഓടിക്കാം. കൈയും കാലും തല്ലി ഒടിച്ചതുകൊണ്ട് മാത്രമൊന്നും എന്റെ നെഞ്ചിലിരിക്കുന്ന പക അടങ്ങില്ലടോ. ഞാനിനി വെക്കാൻ പോകുന്ന ഒരൊറ്റക്കെണിയിൽ ഈ സൂര്യനാരായണനും അവന്റെ മകളും മരുമകനും എല്ലാം ഒരേപോലെ വേണം പിടഞ്ഞു മരിക്കാൻ. ചേച്ചി വാ ചേച്ചി, നമുക്ക് ചെസ് കളിക്കാം. ടൈം ഇല്ലടാ, ബണ്ണിക്ക് ബിരിയാണി വേണോന്ന് പറഞ്ഞു, അതുണ്ടാക്കാം. നമ്മുടെ ബണ്ണിയുടെ കാര്യം തന്നെയാണോ ചേച്ചി പറയുന്നത്? വളിച്ച പിസയെ തിന്നോട് നടന്നവനാ. ഏയ് മൂട്ടെ ഇങ്ങ് വാടാ മാക്രി, വാടാ ഇവിടെ. എപ്പോഴും ചേച്ചിയുടെ കളിക്കൂ, ഞാനായ ശരിയാവില്ലേ? അതിന് നിനക്ക് ചെസ് എന്താന്നറിയോ? ചെസ് അറിയാവോന്നോ? വെക്കടാ മൂട്ടെ ബോർഡ്. തോറ്റെങ്ങാനും പോയ നിന്റെ തലക്കിട്ടേം കിടക്കും, പറഞ്ഞേക്കാം. നീ തോറ്റു പോയാ എനിക്ക് ഇഷ്ടമുള്ള അത്രയും തവണ നിന്നെ ഞാൻ വേലപ്പാ വേലപ്പാന്ന് വിളിക്കും. കളി ചെക്ക് ഇപ്പൊ എന്തോ ചെയ്യും? ഇത് പറ്റില്ല, ചേച്ചിയാ കളിച്ചത്, ഇത് ശരിയല്ല. നീ എന്നോട് സംസാരിക്കും, ഞാനാ കളിക്കുന്നത്. ഈ കളി ക്യാൻസൽ. ഏയ് തന്നോട് കളിക്കാൻ പറഞ്ഞേ? ഡിസ്റ്റർബൻസ് ഓഫ് ഇന്ത്യ, അത് ക്യാൻസലായി. കളി ഇതെന്താ കുതിര ഇങ്ങനെ വെട്ടുന്നത്? അത് കുതിരയോട് എന്നെ ചോദിക്കും. നാണല്ലേടോ ചെറിയ പിള്ളേരെ ചീറ്റിയാ നോക്കുന്നോ? തോറ്റത് നീയാ, ഞാനാ ജയിച്ചത്. വേലപ്പ 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 വേലപ്പ. സോറി മാം. ക്ലാസ് എക്സ്റ്റെൻഡ് ആയാലും ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് നേരത്തെ പോണം. മധു, യെസ് മാം. എന്ത് പറ്റി നിനക്ക്? മാം, അത് ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് ഓർത്തു പോയതുകൊണ്ടാ. ഞാൻ ചോദിച്ചത് നീ ഓർത്ത് ചിരിച്ച ഇൻസിഡന്റിനെ കുറിച്ചൊന്നും അല്ല, നിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചാ. നോട്ടീസ് ബോർഡ് നോക്കിയില്ലേ നീ ഒരു സബ്ജക്റ്റിന് ഫെയിലാണ്. എന്താ ഷോക്കായോ നിനക്ക്? നീ പാസ്സായാലും ഫെയിലായാലും ഒറ്റ മാർക്കിന്റെ ഡിഫറൻസിലല്ലേ. മധു, ഒരു തവണ നീ ഇവിടുത്തെ ഗോൾഡ് മെഡൽ വിന്നർ ആയിരുന്നു, എന്നിട്ട് ഇപ്പോഴോ ജസ്റ്റ് പാസ്. നിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് യുവർ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് സെമസ്റ്റർ. എത്ര കഷ്ടപ്പെട്ടാലും പാസ്സാകാൻ പ്രയാസമാണ്. നീ എക്സാമിൽ മാത്രം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യും.